എൻ്റെ മക്കളെ പരീക്ഷ നടന്നുകൊണ്ടിരിക്കണേ. അച്ഛൻ്റെ മനസ്സെപ്പോഴും പരീക്ഷക്കാരുടെ കൂടെയാണ് ഇപ്പോൾ. അപ്പം ആദ്യത്തെ അനുഗ്രഹങ്ങളെല്ലാം അവർക്കാണ്, നമ്മൾ അവർക്ക് വേണ്ടി അവിടെ പ്രാർത്ഥിക്കുന്നത്. പിന്നെ മറ്റുള്ള എല്ലാ വിഷയങ്ങളും, ഇന്നത്തെ വിഷയങ്ങൾ കർത്താവേ, കുഞ്ഞുങ്ങളെ പരീക്ഷയിലാണ്. എല്ലാ വേനലവധി പരീക്ഷകളെയും അങ്ങയുടെ തിരുസന്നിധി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ്, സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണമേ. കർത്താവ്, വിജയം നൽകുന്നത് കർത്താവാണെന്നുള്ള ബോധ്യം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. I uphold you in my victorious right hand. ഐശയ്യാ 41:10 പ്രാർത്ഥിക്കുന്നു. ഞാൻ എൻ്റെ വിജയകരമായ വലതുകരത്തിൽ നിന്നെ താങ്ങി നിർത്തും. കർത്താവെ, ആറിപ്പോയിനെ ചൂടാക്കുകയും വാടിപ്പോയിനെ നനച്ച് കിടപ്പിക്കുകയും ചെയ്യുന്ന നിൻ്റെ വലതുകരത്തിൻ്റെ കരുത്തിൽ അങ്ങയുടെ മക്കളെ താങ്ങി നിർത്തി. ഉത്കണ്ഠയുള്ള മക്കളുണ്ട് ഈശോയെ, വിഷയപ്പേടിയുള്ള പരീക്ഷപ്പേടിയുള്ള മക്കളുണ്ട് ഈശോയെ. ഒരു ചാൻസ് കൂടി, ഒരു ദിവസം കൂടി കിട്ടിയിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് പഠിക്കാമായിരുന്നു പറഞ്ഞുകൊണ്ട് മനസ്സ് ഇടിഞ്ഞു പോയ മക്കളുണ്ട്. അവരുടെ എല്ലാം അങ്ങനെ ദിവസം സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെന്ത് എഴുതുന്നുവോ, അവരെന്ത് മനസ്സിലാക്കുന്ന ചോദ്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാനും ഒന്നും വിട്ടുപോകാതിരിക്കാനും അവർക്ക് ഓർമ്മ ശക്തി, കർത്താവിൻ്റെ രക്തം അവരുടെ ഓർമ്മകളുടെ സ്മൃതികളെ സ്പർശിക്കുകയും യേശുക്രിസ്തു നാമത്തിൽ നീ ഓർത്ത് പരീക്ഷയെ പ്രതിഫലിപ്പിച്ച് ഉന്നതമായ വിജയം കൈവരിക്കാൻ കർത്താവ് നിന്നെ സഹായിക്കട്ടെ. ഇന്നത്തെ ദിവസം ഓരോ ഡോക്യുമെൻ്റുകൾ ഒപ്പിടുന്ന സന്ദർഭത്തെ, വിഷയത്തെ, ചർച്ചകളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ആശുപത്രിയിൽ പോകുന്നവരുണ്ട് ഈശോയെ, സ്കൂളിൽ പോകുന്നവരുണ്ട്, ഓഫീസിൽ പോകുന്നവരുണ്ട്, തൊഴിലിടങ്ങളിലേക്ക് പോകുന്നവരുണ്ട്. എല്ലാ മേഖലകളിലും നിൻ്റെ സാന്നിധ്യം ഉണ്ടാകുകയും എന്തിനു വേണ്ടിയാണോ അങ്ങയുടെ മക്കൾ പോണത് അവിടെയെല്ലാം അങ്ങയുടെ പ്രത്യേകമായ സാന്നിധ്യത്തിൽ സമയ ചുരുക്കത്തോടു കൂടി കർത്താവെ, സമയം വേസ്റ്റ് ഉണ്ടാകാതെ, ഇരട്ടിപ്പണി ചെയ്യാൻ ഇടവരുത്താതെ എല്ലാം ഓർത്ത് എല്ലാത്തിനും ആവശ്യമായ ആൾക്കാരെ കൃത്യമായ സമയത്ത് സംലഭ്യമാക്കി അങ്ങയുടെ മക്കളുടെ ഉദ്യമങ്ങളെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ആരോഗ്യത്തിൻ്റെ മേൽ കർത്താവിൻ്റെ അഭിഷേകം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യാത്ര, അങ്ങയുടെ മക്കളുടെ ഓരോ ഉദ്യമങ്ങളും അവർ തിരിച്ചു വരുന്നത് വരെ അവർ ചെയ്യുന്ന വ്യക്തികൾ, ചെയ്യുന്ന വിഷയങ്ങൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ എല്ലാം കർത്താവിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ കർത്താവെ, കൂടുതൽ ടെൻഷൻ അടിച്ചു പോകുന്ന മക്കളുണ്ട്. പാസ്പോർട്ട് ഇൻ്റർവ്യൂ, വിസ ഇൻ്റർവ്യൂ, അതുപോലെയുള്ള ഇൻ്റർവ്യൂകളിലേക്ക് ടെൻഷൻ അടിച്ചു പോകുന്നവരുണ്ട്. കർത്താവ്, കണ്ണുനീരോടെയാണ് അവർ പോണത്. അവർ ജയഘോഷത്തോടെ കൊറ്റയുമായിട്ട് സങ്കീർത്തനെ പോലെ തിരിച്ചെത്താൻ അവരെ നീ അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ നീ അനുഗ്രഹിക്കപ്പെടട്ടെ. നിൻ്റെ ഭവനം അനുഗ്രഹിക്കപ്പെടട്ടെ. നിൻ്റെ ഉദ്യമങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. നിൻ്റെ ഓരോ ചിന്തകളും, നീ സംസാരിക്കുന്നതും, നീ ചെയ്യുന്ന കാര്യങ്ങൾ, മാസങ്ങളായും വർഷങ്ങളായിട്ടും വീണുപോയ കാര്യങ്ങൾ, കിടന്നുപോയ കാര്യങ്ങൾ, ഇനി മുന്നോട്ട് പോകത്തില്ലെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ, പൊട്ടിമുളകാത്ത വേരുകൾ ഉറഞ്ഞ് ഭൂമിക്കടി കിടക്കണ പോലെ ജീവിതത്തിൻ്റെ ചില വിഷയങ്ങൾ, ക്ലോസായിപ്പോയ ഫയലുകൾ എല്ലാം കർത്താവിനെ ഏൽപ്പിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, ഈശോയെ ഡൈവേഴ്സായിക്കൊണ്ടിരിക്കുന്ന മക്കളെ കുറിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രസവിക്കാൻ പോകുന്ന അമ്മമാരെ കുറിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ മാനസിക ആകുലതകളെ കുറിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോ, കുഞ്ഞുങ്ങളെക്കുറിച്ച് ആകുലപ്പെടുന്നവരുണ്ട് ഈശോയെ. അവരുടെ ആന്തരിക അവയവങ്ങളിൽ കർത്താവ് വിഷമതകൾ, രോഗങ്ങൾ അനുഭവിക്കുന്ന മക്കളുണ്ട് ഈശോയെ. അത് ഓരോ തരത്തിലുള്ള രോഗങ്ങൾ, ഓരോ തരത്തിൽ കർത്താവ് വിദഗ്ധ ചികിത്സ വേണമെന്ന് ആവശ്യപ്പെട്ടുള്ള കാര്യങ്ങൾ വേദനയോടെ മനസ്സിലാക്കി എന്ത് ചെയ്യണമെന്നറിയാൻ പാടില്ലാതെ സെക്കൻഡ് ഒപ്പീനിയനും പരാജയപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ ഈ പരിശുദ്ധമ്മ ദേവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഞാൻ ആ മക്കളെ ആശീർവദിക്കുന്നു. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ ഈ നിമിഷം ആരെല്ലാം ഈ പ്രാർത്ഥന കേൾക്കുന്നുവോ, ഈ പ്രാർത്ഥനയെല്ലാം കൂടുന്ന നിമിഷങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ കാരുണ്യം നിങ്ങളെ ആവശ്യിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവീശ്വരായി നയിക്കുവാമേ. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും
സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ആൾക്കാരുടെയൊക്കെ ഒരു പ്രശ്നമുണ്ട്. അവർക്ക് എപ്പോഴും ഇങ്ങനെ ദൈവത്തെ കണ്ടുകൊണ്ടിരിക്കണം. നല്ല അസുഖമാണ്. ഇത് അവരുടെ അടയാളമൊക്കെ കണ്ടുകൊണ്ടിരിക്കണം. എപ്പോഴും അടയാളം അവർക്ക്. എല്ലാ പ്രാർത്ഥനയ്ക്കും അവരുടെ അടയാളം വേണം. അടയാളം ഇല്ലെങ്കിൽ പ്രാർത്ഥന ഫലിച്ചില്ലെന്നുള്ള ചിന്തയാണ്. അപ്പോൾ അതൊക്കെ അവരോടെല്ലാം കൂടി ദൈവം ഒരു ഒറ്റ ചോദ്യം ചോദിക്കുന്നുണ്ട്. അതാണ് ഇന്നത്തെ ചിന്താവിഷയം. ജെറമിയ 23:24 കർത്താവ് ചോദിക്കുന്നു, സമീപസ്ഥമായിരിക്കുമ്പോൾ മാത്രമാണോ ഞാൻ നിങ്ങൾക്ക് ദൈവം? എന്നുവെച്ചാൽ മറ്റ്, അതായത് ഓരോ അടയാളം കാണുമ്പോൾ മാത്രമാണ് ദൈവം. അപ്പം മാത്രമേ പ്രാർത്ഥനയുള്ളൂ, അപ്പം മാത്രമേ ആധ്യാത്മികമായ ജീവിതം ഉള്ളൂ, അപ്പം മാത്രമേ പള്ളിപ്പോക്കും കുരിശൂരൊക്കെ ഉള്ളൂ. അങ്ങനെയുള്ള ആൾക്കാരുണ്ടല്ലോ. അടുത്ത ചോദ്യം, അവരോടുള്ള ചോദ്യമാണ് അടുത്തത്. കേട്ടെ, വായിച്ചേ. ജെറമിയ 23:23. വിദൂരത്തിലിരിക്കുമ്പോൾ ജീവിതത്തിൽ നിന്ന് ചില സമയത്ത് ദൈവം വിദൂരത്തിലിരിക്കുമ്പോഴും ഞാൻ ദൈവമല്ല. വല്ല കാര്യമുണ്ട് ദൈവത്തെ കൊണ്ട് ചോദിപ്പിക്കാൻ? ഇങ്ങനെയുള്ള അണ്ണന്മാർ ഭൂമിയിലുള്ളതുകൊണ്ടാണ് ഇതുപോലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അതായത് ദൈവം എന്ന് പറയുമ്പോൾ സമീപസ്ഥമായിരിക്കുമ്പോൾ മാത്രമാണ് ദൈവം. ഞാൻ വിദൂരത്തിലിരിക്കുമ്പോഴും നിങ്ങളുടെ ദൈവമല്ലേ എന്ന് വെച്ചാൽ, എൻ്റെ മക്കളെ, ചില കാര്യങ്ങൾ നടക്കാൻ താമസിക്കുകയോ നടക്കുകയോ ഇല്ലാത്ത കാര്യങ്ങളാണ്. അപ്പോഴും അതിൻ്റെ പേരിൽ കാര്യം നടന്നില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവത്തെ തൂക്കി നോക്കരുത്. ദൈവത്തെ തൂക്കി നോക്കിയാലുണ്ടല്ല ഒരു കുഴപ്പമുണ്ട്. എന്താ കാര്യം? നീ ദൈവത്തെ തൂക്കുക, അപ്പം തിരിച്ചു തൂക്കും. അതാണ് കുഴപ്പം. ദൈവത്തോട് എന്ത് ചെയ്താൽ തിരിച്ചു വരും. ദൈവത്തെ അളന്ന തിരിച്ചളക്കും. അപ്പം നമ്മൾ താങ്ങത്തില്ല. ഇപ്പം തൂക്കണമെന്ന് വെച്ച് ദാനിയേലിൽ നെബൂഖദ്നേസർ രാജാവ് അല്ലേ, അദ്ദേഹത്തിൻ്റെ ഭിത്തിയിൽ ദർബാർ നടക്കുന്ന സമയത്ത് ഒരു കൈ വന്നിങ്ങനെ ഭിത്തിയിൽ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കും. ആൾക്കാരെല്ലാം വായിക്കും. ദാവീദ് രാജാവും വായിക്കും. വാട്ട് ഈസ് ഇറ്റ്? വാട്ട്സ് മീനിങ് ഓഫ് ഇറ്റ്? മേനെ തെക്കൽ ഉപാർസിൻ. അതായത് ഈ ബെൽഷാസർ രാജാവിൻ്റെ രാജധാനിയിൽ ദർബാർ നടക്കുക. അവിടെ വെച്ചാണ് പെട്ടെന്ന് ഒരു വിരൽ, ഒരു കൈ വന്നിട്ട് കുറേ സാധനങ്ങൾ ഭിത്തിയിൽ എഴുതിയിടും. അത് ദാനിയേൽ മേനെ തെക്കൽ പാർസ്. അത് മേനെ തെക്കൽ പാർസ്. അപ്പം കൈ ഇങ്ങനെ ചരിച്ചുകൊണ്ട് പോണതും ഇങ്ങനെ മേനെ തെക്കൽ ഉപാസം എന്ന് എഴുതിയിരിക്കണത് ആൾക്കാർ കാണുന്നുണ്ട്. അവർ ഭയന്ന് പോയി. കാര്യം ആളില്ല, കൈ മാത്രം. ദാവീദ് ഈ ബെൽഷാസർ രാജാവ് ഈ ആൾക്കാരെ വിളിച്ച് ചോദിച്ചു, ഇതെന്ത് ഇങ്ങനെ വായിക്കണേ എന്ന് ചോദിച്ചു. അപ്പോഴാണ് പറഞ്ഞത്, ഈ ദാനിയേൽ എന്ന് പറഞ്ഞൊരു ബിരുദൻ ഇവിടെ ഉണ്ട്, ഇവരിങ്ങനെയുള്ള സംഭവങ്ങൾ വായിക്കുന്ന ആളാണ്.
യഹോവയുടെ തനി സ്വന്തം കക്ഷിയാണെന്ന് പറഞ്ഞു. വിളിച്ചു വരുത്തിയിട്ട് അന്ന് ദാനിയേൽ ഇത് വായിക്കും. ദാനിയേലിന്റെ പുസ്തകം 5:24 വചനങ്ങൾ. അതുകൊണ്ട് അവിടുത്തെ സന്നിധിയിൽ നിന്ന് അയക്കപ്പെട്ട ഒരു കരം ഇത് എഴുതിയിരിക്കുന്നു. കർത്താവിന്റെ കരങ്ങളാണ്. ആ ലിഖിതം ഇതാണ്. മേനെ മേനെ തെക്കേൽ പാർസീൻ. മേനെ മേനെ തെക്കൽ പാർസീൻ. ഇതാണ് അർത്ഥം. മേനെ ദൈവം നിന്റെ രാജ്യത്തിന്റെ നാളുകൾ എണ്ണുകയും അതിന്റെ അവസാനം കുറിക്കുകയും ചെയ്തിരിക്കുന്നു. തെക്കേൽ നിന്നെ തുലാസിൽ തൂക്കി, ഞാൻ നിന്നെ തുലാസിൽ തൂക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. ഭാരം കുറഞ്ഞതായി കണ്ടു. അതാണ് ദൈവത്തിന് നമുക്കൊരു മിനിമം ഭാരം വേണം. പേരസ് നിന്റെ രാജ്യം വിഭജിച്ച് മേദിയാക്കാർക്കും പേർഷ്യക്കാർക്കും നൽകിയിരിക്കുന്നു. ഓക്കെ, അതായത് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാല് കുറേ നാൾ ചെല്ലുമ്പോൾ തിന്മകൾ വർദ്ധിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നം എന്താ പറയുക, തിന്മകൾ വർദ്ധിക്കാൻ കാരണമുണ്ട്. എന്നുവെച്ചാൽ കർത്താവിൻ്റെ വിശുദ്ധ അൾത്താറിലുണ്ടായിരുന്ന പുണ്യപാത്രങ്ങളാണ് ഇവൻ്റെ വെപ്പാട്ടികൾക്ക് വീഞ്ഞു കുടിക്കാൻ കൊടുത്തിരിക്കുന്നത്. പോക്കൃതരാണ് കാണിച്ചിരിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, ഈ അധർമ്മം വർദ്ധിക്കുമ്പോഴുണ്ടല്ലോ, അധർമ്മം വർദ്ധിക്കുമ്പോൾ ഇപ്പം നമ്മൾ നേടിയെടുത്ത പുണ്യം പോലും കർത്താവ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അധർമ്മം വർദ്ധിക്കുമ്പോൾ സ്നേഹം തണുത്തു. മത്തായി 24:12. അധർമ്മം വർദ്ധിക്കുന്നതിനാൽ ബെൽത്താസ് രാജാവിന്റെ വിഷയം എന്താണ്? അധർമ്മം വർദ്ധിക്കുന്നതിനാൽ എന്ത് പറ്റി? പലരുടെയും സ്നേഹം തണുത്തു പോകും. അപ്പൊ എങ്ങനെയാ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാല്, നമ്മളില് ഇപ്പം നമ്മൾ സ്നേഹം, അതുപോലെ തന്നെ ക്ഷമ, ദയ, നന്മ, ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുന്ന ഒരു കണ്ടെയ്നറാണ് ഇതെല്ലാം. അതിൽ തന്നെ അതിന് വലിയ അർത്ഥങ്ങളൊന്നുമില്ല. അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അതൊരു മാർഗം അല്ലെങ്കിൽ ഒരു കണ്ടെയ്നറാണ്, ഒരു പാത്രം ആണ്, വെസലാണ്. ഇപ്പോൾ നമ്മൾ ലുത്തിനിയയിലൊക്കെ പറയില്ലേ, വെസൽ ഓഫ് ഓണർ. മാതാവിന് വിളിക്കുന്നത് എന്താ വെച്ചാൽ വെസൽ ഓഫ് ഓണറാണ്, അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ. ഇപ്പം ഈ ഭക്തി ആയാലും ശരി, ഇപ്പം അതിനൊക്കെ എല്ലാം വചനത്തിൽ പാത്രം എന്നാണ് പറഞ്ഞത്, വെസൽ എന്ന കണ്ടെയ്നറാണ്. അപ്പോഴേ ഈ ബെൽത്താസ രാജാവിനെ അയാൾക്ക് കൂടുതൽ തിന്മകൾ നിറയുമ്പോൾ എന്ത് പറ്റും? കർത്താവ് ഈ മത്തായി 24:12 അധർമ്മം വർദ്ധിക്കുമ്പോൾ സ്നേഹം തണുത്തു പോകും. അതാണ് ഞാൻ നിന്നെ പാർസ്യൻ, ഞാൻ നിന്നെ തൂക്കി നോക്കി. എന്ത് പറ്റി? നീ കുറവുള്ളവനായിട്ട് കണ്ട്, ഭാരം കുറഞ്ഞവനായിട്ട് കണ്ടാൽ അവൻ്റെ സ്നേഹമില്ല, അവന് അധർമ്മം വർദ്ധിച്ചു, സ്നേഹമില്ല. അതാ മത്തായി 24:12. അധർമ്മം വഹിച്ചു, ബെൽത്താസറിനെ അധർമ്മം വർദ്ധിച്ചു. അപ്പം എന്ത് പറ്റി? സ്നേഹമില്ല, തൂക്കി നോക്കി, നീ സ്നേഹത്തിൻ്റെ കുറവ് കണ്ടു എന്നാ പറഞ്ഞ. സ്നേഹത്തിൻ്റെ കുറവ് കണ്ടു. യേശു എന്താ പറയുക? നിങ്ങൾ അളക്കുന്ന അളവ് പോലും കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്ന് കിട്ടും. പഴയ നിയമത്തിൽ നിന്നെ ഞാൻ തൂക്കി നോക്കുമെന്നാണ് വെച്ചാൽ, ആ തൂക്കം പോലെ നിനക്കും ആ തൂക്കം ബാധകമാണെന്ന്. അത് ആയുസാണ് കുറഞ്ഞിരിക്കുന്നത്. ഇപ്പോഴെന്താ പറയണത്? പുതിയ നിയമത്തിൽ വരുമ്പോഴും വലിയ വ്യത്യാസം, നയത്തിനും നിലപാടിനൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. നോൻപുകളിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയല്ലേ. അപ്പോഴതിൻ്റെ ഒരു ആമുഖമായിട്ട് വേണം നിങ്ങളിത് കരുതാൻ. ഈ നോൻപ് കാലത്ത് നഷ്ടപ്പെട്ട ധർമ്മങ്ങളെല്ലാം, സ്നേഹമെല്ലാം വീണ്ടെടുക്കണം. കാര്യം എന്താണ്? അളവുകോല് അവൻ്റെ കയ്യിലുണ്ടെന്നാണ്. അതിനെക്കുറിച്ച് വീശുമുറം അവൻ്റെ കയ്യിലുണ്ട് എന്ന് പറയണില്ലേ? അത് തന്നെ കാര്യം. അത് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇല്ലെന്ന് ഇല്ലാൻ്റെ കാര്യമില്ല. യോഹന്നാൻ കർത്താവിൻ്റെ അന്ത്യവരവിനെ കുറിച്ചാണ് പറഞ്ഞതെന്നൊന്നുമല്ല. യോഹന്നാൻ പറഞ്ഞത് വീശുമുറ അവൻ്റെ കയ്യിലുണ്ട്. അതായത് മത്തായി 3:11 യോഹന്നാൻ എന്താ പറയണത്? വീശുമുറം അവൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ആദ്യകാലങ്ങളിലൊക്കെ ഈശോ വീശുമുറം ഒന്നും കാണിച്ചില്ലായിരുന്നു.
അന്തർ കാണുന്നു, ചീട കേൾക്കുന്നു, ഊമന് സംസാരിക്കുന്നു. യോഹന്നാൻ്റെ മരണം വരെയുള്ള കുഴപ്പമില്ലാതെ പോയി. അപ്പോൾ യോഹന്നാന് സംശയം തോന്നിയായിരുന്നു. ഈശോ മത്തായി 11-ാം അധ്യായത്തിൽ സംശയം തോന്നിയായിരുന്നു. പക്ഷേ യോഹന്നാൻ്റെ കാലം കഴിഞ്ഞപ്പോൾ കറക്റ്റ് കാര്യം പറഞ്ഞു. എന്താണ്? വിശ്വംപുറം യോഹന്നാൻ ഉണ്ടെന്ന് എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞല്ല. അത് ശരിയാ, അന്ത്യവരവിലായിരിക്കും അത്. പക്ഷേ ഞാനത് നേരത്തെ നിങ്ങളോട് പറയുകയാണ്. എന്താ പറയണത്? കർത്താവ് പറഞ്ഞത്, നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്ന് കിട്ടും. എപ്പോഴാണ് കിട്ടുന്നത്? അവൻ്റെ വീണ്ടും വരവിൽ. ഈ വീണ്ടും വരവിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്ന ഒരു കാലമാണ്. നമ്മളെ കർത്താവിന് യോഗ്യരായി കണ്ടെത്താനുള്ള കാലമാണ് നോൻപ് കാലം. നോൻപ് കാലത്തിലേക്ക് നമുക്ക് പ്രവേശിക്കേണ്ട സമയത്ത് ഇന്നു മുതൽ പ്രത്യേക ഒരു പ്രാർത്ഥനയും, കർത്താവോട് കൂടുതൽ അടുത്തിരിക്കുന്നവരെ ഈ നോൻപ് കാലം ഏറ്റവും ഇന്നു മുതൽ തന്നെ പതുക്കെ നോൻപ് സ്റ്റട്ടം ബ്രേക്ക് ഇട്ട് അടിച്ചു പൊളിച്ച് നിർത്തിയിട്ട് പിന്നെ കുറച്ച് കാലം നോൻപ് കഴിയുമ്പോൾ പിന്നെയും പഴയ ദൈവത്തിന് നിരക്കാത്ത നിലപാടും ജീവിതവും അങ്ങനെ വരരുത്. മറിച്ച് പതുക്കെ ദൈവത്തോട് നിത്യമായി ജീവിക്കാൻ. കാരണം ആബ്സെൻസ് നമ്മൾ തുടങ്ങി വെച്ചത് എങ്ങനെയാണ്? ഞങ്ങൾ അകലെ ആയിരിക്കുമ്പോഴും ഞാൻ നിങ്ങളുടെ ദൈവമല്ലേ എന്നല്ലേ യെരമ്യാ 23:20 ചോദിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള ചില അനുഭവങ്ങൾ, മോശം അനുഭവങ്ങൾ, അത് ദൈവം അകലെയായിരിക്കുന്നത് പോലെ അനുഭവിച്ചുകൊണ്ട് അപ്പോഴും ദൈവം തന്നെയാണെന്നുള്ള ബോധത്തോടു കൂടി ഉള്ളതുപോലെ പെരുമാറാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഒന്ന് പത്രോസ് 1-ാമത്തെ ലേഖനത്തിലെ 4-ാം അധ്യായം 11-ാം വാക്യം. പ്രസംഗിക്കുന്നവൻ ദൈവത്തിന്റെ അരുളപ്പാട് നൽകുന്നവനെ പോലെ പ്രസംഗിക്കട്ടെ. പ്രസംഗിക്കുന്നവൻ ദൈവത്തിന്റെ അരുളപ്പാട് നൽകുന്നതിനെ പോലെ പ്രസംഗിക്കട്ടെ. അപ്പൊ സഭയിൽ പ്രസംഗിക്കാൻ അത്രേ ഉള്ളൂ. എന്താണ്? ദൈവത്തിന്റെ അരുളപ്പാടാണ് പറയുന്നത് ജനങ്ങളോട്. പ്രസംഗിക്കുന്നവൻ കർത്താവിൽ നിന്ന് ദൈവത്തിൽ നിന്ന് അരുളപ്പാട് ലഭിച്ചവനെ പോലെ പ്രസംഗിക്കട്ടെ. അടുത്ത വചനം എന്താ? ശുശ്രൂഷിക്കുന്നവൻ. പ്രൈസ് ദി ലോർഡ്. ശുശ്രൂഷിക്കുന്നവൻ പറഞ്ഞേ. ശുശ്രൂഷിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് ലഭിച്ച ശക്തി കൊണ്ട് എന്ന പോലെ ശുശ്രൂഷിക്കട്ടെ. എന്താ പ്രോബ്ലം? ശുശ്രൂഷിക്കണമെങ്കിൽ എന്താ വേണ്ടത്? ശക്തി വേണം. നമ്മുടെ ഈ ഉടമ്പടിയിലുള്ള എല്ലാ പരിശുദ്ധ പ്രവർത്തനങ്ങളും ശക്തിയിലാണ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഈ പ്രയറിൻ്റെ അകത്ത് ഈ ഉടമ്പടിയുടെ പ്രയർ കണ്ടൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ശക്തിയാണ്. നമ്മളെ ശക്തിപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവാണ്, അല്ലേ? നമ്മളെ പരിശുദ്ധാത്മാവാണ് ശക്തിപ്പെടുത്തുന്നത്. അതിൻ്റെ ഒരു കാരണം പ്രാർത്ഥനയാണ്. ഇതിനകത്ത് പ്രത്യക്ഷീകരണ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ എല്ലാ പ്രാർത്ഥനയ്ക്കും നമ്മുടേതായിട്ടുള്ള ഒരു മേക്കിംഗാണ് ഉള്ളത്. പക്ഷേ പ്രത്യക്ഷീകരണ പ്രാർത്ഥന അമ്മ തന്നിരിക്കുന്ന കാരണം 50% അമ്മ ഇതിൻ്റെ അകത്ത് പ്രൊമോട്ട് ചെയ്യും, ഇൻവെസ്റ്റ് ചെയ്യും. ഇതൊക്കെ എളുപ്പമാണ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന. അപ്പോൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യമല്ലത്. അമ്മയുടെ പ്രത്യക്ഷീകരണം സഭ ഏറ്റെടുത്ത് പഠിച്ചിട്ട് ഇതിനുള്ള അന്തർദേശീയ ലെവലിൽ സമയഘടികാരം നിശ്ചയിച്ചടുത്ത് പ്രത്യക്ഷപ്പെട്ട ദൈവത്തിൻ്റെ തിരുമനസ് ലോകത്തോട് വെളിപ്പെടുത്താൻ വേണ്ടിയുള്ള ദൈവികമായ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന വരുന്നത്. അതുകൊണ്ട് നമ്മുടെ ആവശ്യമല്ലത്. അതാരുടെ ആവശ്യമാണ്? സമയഘടികാരം നെഞ്ചിൽ ചാർത്തി പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയിലൂടെ ദൈവം ലോകത്തിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സന്ദേശം എന്താണെന്ന് സഭ ആഗോളപരമായിട്ട് മനസ്സിലാക്കിയിട്ട് ഭൗമിക സഭയോട് കൈമാറ്റം ചെയ്യേണ്ട ദൈവിക രഹസ്യമാണത്. അപ്പം അതുകൊണ്ട് തന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന നമ്മൾ എടുക്കുമ്പോൾ ദൈവം അത് അഡ്മയർ ചെയ്യും. മറ്റു പ്രാർത്ഥന ചലന പോലെ അല്ല. ദൈവത്തിൻ്റെ ആവശ്യമാണ് എൻ്റെ അടുത്ത് പറയണത്, നമ്മുടെ ആവശ്യമല്ല. മനസ്സിലായില്ലേ? അമ്മയുടെ പ്രത്യക്ഷീകരണം സഭ ഏറ്റെടുത്ത് പഠിക്കുക എന്നുള്ളത് ആരുടെ ആവശ്യമാണത്? അമ്മയുടെ പ്രത്യക്ഷീകരണം സഭ ഏറ്റെടുത്തിട്ട് ലോകത്തിന് പ്രചരിപ്പിക്കുക എന്നുള്ളത് ആരുടെ ആവശ്യമാണത്? ദൈവത്തിൻ്റെ ആവശ്യമാണ്. അത് എയർ ലിഫ്റ്റിങ്ങുള്ള, മോളിൽ നിന്ന് ലിഫ്റ്റിങ്ങുള്ള പ്രാർത്ഥനയാണ്. അതുകൊണ്ടാണ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുമ്പോൾ അതിൻ്റെ അംശങ്ങളെല്ലാം മനസ്സിലാക്കി മുട്ടയിൽ നിന്ന് വളരെ വൃത്തിയായിട്ട് ഭക്തിയോടെ ചെല്ലണം. അതെന്താ കാര്യം? നമ്മൾ ഉള്ളുകൊണ്ട് ആഗ്രഹിക്കണം. എന്ത്? പ്രത്യക്ഷ പ്രാർത്ഥന ചെല്ലണതല്ല പ്രശ്നം,
ആ ചെല്ലണ കണ്ടൻറ്റ് വൈസ് നമ്മൾ ആഗ്രഹിക്കണം. കർത്താവേ, എങ്ങനെയെങ്കിലും എത്രയും വേഗം അമ്മയുടെ പ്രത്യക്ഷീകരണം സഭ ഏറ്റെടുത്ത് പഠിക്കാൻ ഇടയാകണമെന്ന്. കാര്യം ഇത് സാധാരണ ഒരു പ്രത്യക്ഷീകരണമല്ല, ഒരു ബന്ധിഞ്ഞ കൊന്തയെ വെച്ച് മാതാവ് പ്രത്യക്ഷപ്പെടുന്നതല്ല. സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയിട്ട് ദുരന്തമുണ്ടാകാൻ പോലും പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ അന്ത്യകാല സന്ദേശമാണ്. അത് ഉറപ്പല്ലേ? സമയം എന്ന് പറയുമ്പോൾ സമയം തീരാൻ നിൽക്കുകയല്ലേ. 10:08 സൂചി എന്ന് പറയുമ്പോൾ 1.25 മണിക്കൂറാണ് ഇനി ആമമുള്ളത്. അപ്പോൾ അതിനുള്ളിൽ എല്ലാ മനുഷ്യരിലേക്കും ദൈവത്തിൻ്റെ വചനം എത്തിച്ചേരണം. അനുതാപിക്കാൻ ദൈവം പ്രത്യേക അനുഗ്രഹം കൊടുത്തിരിക്കുന്നവർക്ക് അവസരം കൊടുക്കണം. ഇങ്ങനെ കുറേ ദൈവികമായ ദൗത്യങ്ങൾ ഭൂമിയിൽ നിറവേറാറുണ്ട്. അതൊന്നും ലോക്കലായിട്ടുള്ള കാര്യമല്ല, അതൊരു ആഗോളമായിട്ട് ഗ്ലോബലായിട്ടുള്ള വിഷയമാണ്. ഇറ്റ് വിൽ ടേക്ക് ടൈം. അതിന് നല്ല പ്രാർത്ഥന ആവശ്യമുണ്ട്, അത് നല്ലൊരു പ്രാർത്ഥന ആവശ്യമുണ്ട്. അപ്പം അതുകൊണ്ട് ആ പ്രാർത്ഥനയിലേക്ക് വരുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ദൈവത്തിൻ്റെ പദ്ധതികളോട് മനസ്സുകൊണ്ട് സന്തോഷത്തോടെയാണ് നിങ്ങൾ മനസ്സായി യോജിച്ചുകൊണ്ടാണ് നിങ്ങൾ ആഗ്രഹിക്കണം. പ്രത്യക്ഷ പ്രാർത്ഥന ചെല്ലുമ്പോൾ ഞാനൊരു പ്രാർത്ഥന ചൊല്ലി. അപ്പം നിങ്ങളുടെ ഉദ്ദേശം എന്താണ്? പ്രത്യക്ഷ പ്രാർത്ഥന ഇടയ്ക്കൊരു നിയോഗം വരുന്നുണ്ട്. പശു പ്രസവിക്കണം, ആന പ്രസവിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് കയറി പറയും. അതിനു വേണ്ടിയാണ് നിങ്ങൾ പ്രത്യക്ഷ പ്രാർത്ഥന ചെല്ലണത്. അത് നിങ്ങളുടെ ആവശ്യമാണ്, അത് ഞാൻ എതിർപ്പല്ല. അത് അമ്മ പ്രാർത്ഥന തന്നപ്പോൾ അതിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ആൾക്കാരുടെ നിയോഗം പറയാമെന്ന്. പക്ഷേ അത് 50% ഉള്ളൂ. 50% നമ്മുടെ വിഷയമല്ല. 50% ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലണ ആൾക്കാർ മനസ്സുകൊണ്ട് ചിന്തിക്കണം. എന്താണ് സമയഘടികാരം നെഞ്ചിൽ പ്രത്യക്ഷപ്പെട്ട ദൈവത്തിൻ്റെ തിരുമനസ് എന്താണെന്ന് സഭയ്ക്ക് മനസ്സിലാക്കിക്കൊണ്ട് ഈ പ്രത്യക്ഷീകരണം സഭ പഠിച്ചുകൊണ്ട് ലോകത്തിന് കൈമാറണം എന്ന് വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണം എത്രയും വേഗം സഭ ഏറ്റെടുത്ത് പ്രഖ്യാപിക്കുവാൻ ആരാധനയിലൂടെ കൃപയാകണമേ. വാഗ്ദാനം പേടകമേ, സ്വർഗീയ പൊന്മലരേ, കൃപാസനത്തിൻ്റെ അമ്മേ, പ്രസാദവരമാതാവേ. അത് എനിക്ക് തോന്നുന്നത് ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന മര്യാദയ്ക്ക് സത്യസന്ധമായിട്ട് ഉള്ളിലെ അമ്മയുടെ പ്രത്യക്ഷീകരണം സഭ ഏറ്റെടുക്കണമെന്ന് ആന്തരിക ദാഹത്തോടു കൂടി നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് എയർ ലിഫ്റ്റ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2016 സെപ്റ്റംബറിൽ നമ്മൾ ഉടമ്പടി ആരംഭിക്കുമ്പോൾ 15 സെപ്റ്റംബറിൽ ആരംഭിക്കുമ്പോൾ അതിന് മുമ്പ് 6 മാസക്കാലം പ്രത്യക്ഷീകരണ പ്രാർത്ഥന മാത്രം ചെല്ലിയ ഒരു കാലമുണ്ടായിരുന്നു. അന്ന് ഉടമ്പടി ഇല്ലായിരുന്നു. ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥന മാത്രം ചെല്ലിയ സമയത്ത് പോലും ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലണ കൊണ്ട് മാത്രം ചെല്ലിയവരെയെല്ലാം അമ്മ അനുഗ്രഹിക്കുകയും അമ്മയുടെ സാന്നിധ്യം കൊടുക്കുകയും ചെയ്യുന്ന ഒരു കാലമുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മനസ്സിലാവും. ഈ ഉടമ്പടി തന്നെ ഉടമ്പടി പിന്നീട് ദൈവം തന്നതാണ്. ആദ്യം തന്ന പ്രത്യക്ഷീകരണ പ്രാർത്ഥനയാണ്. അതിൻ്റെ ഉദ്ദേശം ഈ പ്രത്യക്ഷീകരണം ദൈവം ഏറ്റെടുക്കുക, സഭ ഏറ്റെടുക്കുകയും തന്നെയാണ്. എൻ്റെ മക്കളെ, അതുകൊണ്ട് ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിലാണ് ശക്തിയിരിക്കുന്നത്. ഇപ്പം എന്താ നമ്മൾ വചനം 10 ദിവസത്തിൻ്റെ 4, 11 വായിച്ചത് എന്താണ്? ശുശ്രൂഷിക്കുന്നവൻ പറഞ്ഞേ, ശുശ്രൂഷിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് ശക്തി ലഭിച്ചവനെ പോലെ ശുശ്രൂഷിക്കട്ടെ. ഇത് ഒരു ശക്തിയും ഇല്ലാതെയാണ് ശുശ്രൂഷിക്കണം. വാദപ്പനി പിടിച്ചവനെ പോലെ. ഇനി ആർക്കാണ് പത്രം കൊടുക്കാനുള്ളത്? ദൈവത്തിന് നാളെ കൊടുക്കാമായിരിക്കും, അല്ലേ മറ്റൊന്നാ കൊടുക്കാം. നാളെ ഞാൻ ആലപ്പുഴ പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ കോട്ടയത്ത് പോകുന്നുണ്ട്, അപ്പോഴാ മറ്റേ കൊടുക്കുക. ആരെങ്കിലും കാണാം. അപ്പോഴും നാട്ടിൽ കൊടുക്കത്തില്ല. നാട്ടിൽ കൊടുത്ത ആൾക്കാർ കാണത്തില്ലേ? നാട്ടിലെ അയൽവാസിക്കൊന്നും കൊടുത്തില്ല. അപ്പം ചോദിക്കും, നിനക്ക് ഇതേ പണിയുള്ളതെന്ന് ചോദിക്കും. നീ ഇതും കൊണ്ട് നടന്നിട്ട് എന്നാ പുഴുങ്ങിയെന്ന് ചോദിക്കും. അപ്പോൾ അവർ നാക്കിട്ടടിക്കണ കാരണം ഞാൻ നാട്ടുകാരെ പേടിയാണ് എനിക്ക്. അപ്പം ശക്തിയില്ല. 10ാം ക്ലാസ് കഴിയുമ്പോഴേ അവരിങ്ങോട്ട് കുറേ ചോദ്യം ചോദിക്കൂലേ, നീ ഇത്രയും നാൾ കൊണ്ടുപോയിട്ട് നിൻ്റെ മോളെ കെട്ടിച്ചാ, നിനക്ക് വീട് വെച്ചാ, നിൻ്റെ രോഗം മാറിയാ, പിന്നെ അതിനകത്ത് ഇത് ചോദ്യം ഉണ്ടാക്കണമെന്ന് ചോദിക്കുമ്പോൾ നാട്ടുകാർക്ക് നമ്മുടെ അവസ്ഥ അറിയാവുന്ന കാരണം നമ്മൾ നാട്ടിൽ കൊടുക്കത്തില്ല, അടുത്ത നാട്ടിൽ കൊണ്ടേ കൊടുക്കും, ടൗണിലേക്ക് കൊണ്ടേ കൊടുക്കും. ദാറ്റ് മീൻസ് ശക്തിയില്ല. നിങ്ങളുടെ ശക്തി ആരാ കളഞ്ഞത്? നാട്ടുകാർ കളഞ്ഞു.
നാട്ടുകാർ കളഞ്ഞു. അതുകൊണ്ട് നാട്ടിലോ അയൽവാസികളോ ഇടവക പള്ളിയിലോ കൊടുക്കുന്നതിന് പകരം പുറത്ത് കൊണ്ട് കൊടുക്കേണ്ട എന്നല്ല പറയണത്. നിങ്ങൾ ഇപ്പോൾ ഇങ്ങനെ പേടിച്ചു, എങ്ങനെ ഉടമ്പടി എടുത്തു പോയില്ലേ, കൊടുത്തില്ലെങ്കിൽ പിന്നെ പണിയായി പോകുമല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അക്കാനും വേണ്ടി ഒക്കാനിക്കാനിരുന്ന് കഴിഞ്ഞാൽ ശക്തിയില്ലെന്നാണ് അർത്ഥം. ശുശ്രൂഷയ്ക്ക് ശക്തിയില്ല. ശുശ്രൂഷയ്ക്ക് ദൈവികമായിട്ടുള്ള അല്ല കൊടുക്കണത്, മാനുഷികമായിട്ടാണ് കൊടുക്കുന്നത്. ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല. അതുകൊണ്ടാണ് 1:10 4:11 പറയണത്. ഏറ്റു പറഞ്ഞ് ശുശ്രൂഷിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് ശക്തി ലഭിച്ചവനെ പോലെ ശുശ്രൂഷിക്കട്ടെ. അപ്പോഴേ ഈ ആദ്യം ഈ സജി എന്ന് പറയുന്ന കക്ഷി ഉടമ്പടി ഇങ്ങനെ ശക്തിയില്ലാതെ ചെയ്തുകൊണ്ടിരുന്നത്. അത് കാരണം എന്നാ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ ഇതൊന്നും കാര്യം, ഒന്നാമത് വൈഫിന് 45 വയസ്സ് കഴിഞ്ഞ്, രണ്ടാമത്തെ വിദ്യാഭ്യാസം ഇല്ല, മൂന്നാമത്തെ ഒരു നേഴ്സല്ല, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഇവിടെ നിന്നൊക്കെ ലോണ് സംഘടിപ്പിച്ച് കിട്ടി, അതും കുറച്ച് പാടുപെട്ടാണെങ്കിൽ ലോണ് കിട്ടി. ലോണ് കിട്ടിയെങ്കിലും സെറ്റാകണില്ല, ആളെ കയറ്റിവിടാൻ പറ്റണില്ല. ഇപ്പം കടവുമായി ആളെ കയറിവിടാൻ പറ്റണില്ല, വല്ലാത്ത അവസ്ഥയായി. പക്ഷേ ഈ മനുഷ്യൻ ഒരു ഉടമ്പടി ഒരു ട്വിസ്റ്റ് വരുത്തി. പഴയതിനേക്കാൾ എപ്പോഴും നമ്മൾ ഓർക്കേണ്ടത് ഉടമ്പടിയിൽ ഓരോ മാസവും അതിൻ്റെ ട്വിസ്റ്റിംഗ് ഉണ്ടാകണം. കാര്യം ദൈവം മുമ്പത്തേക്കാൾ കുറച്ചുകൂടി നിങ്ങളുടെ വിശ്വാസവും അതുപോലെ ഒരു ദൈവസ്നേഹവും ഒക്കെ വർദ്ധിച്ചിട്ട് വേണം. അങ്ങനെ ഒരു അപ്ഡേഷൻസ് എപ്പോഴും നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ ഉണ്ടാകണം. അല്ല മുമ്പത്തേക്കാൾ ഗതികെട്ട രീതി, ഉടമ്പടി എടുത്ത കാലത്തേക്കാൾ ഗതികെട്ടാണ് ഇപ്പം ചെയ്യണമെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ചെയ്തിട്ട് കാര്യമില്ല. ഇനി നല്ല വെടിപ്പായിട്ട് കത്തോലിക്കരാണെങ്കിൽ വെടിപ്പായിട്ട് കുമ്പസാരിച്ചിട്ട്, മറ്റുള്ള മതസ്ഥരാണ് മറ്റുള്ള സഹോദരങ്ങളാണെങ്കിൽ ദൈവത്തോട് അനുതാപപ്പെട്ടിട്ട് ഉടമ്പടി കുറച്ചുകൂടി സത്യസന്ധമായിട്ട് ചെയ്യാൻ തുടങ്ങിയ ഒരു കുഴപ്പവും ഉണ്ടാകത്തില്ല. ദൈവത്തോട് കാര്യം അറിയാൻ പാടില്ല, നിങ്ങൾക്ക് അറിയാൻ പാടില്ലല്ലേ ഇങ്ങനെ വന്നത്. അപ്പോൾ അതുകൊണ്ട് ദൈവം അതൊക്കെ ക്ഷമിക്കും. പക്ഷേ എൻ്റെ മക്കൾ ചെയ്യേണ്ടത് വർദ്ധിച്ച് ദൈവസ്നേഹം, വർദ്ധിച്ച് വിശ്വാസം, അങ്ങനെയാണത് കൈകാര്യം ചെയ്ത് പോകേണ്ടത്. അതിൻ്റെ അകത്ത് എല്ലാത്തിനും ഒരു സത്യസന്ധത ഉണ്ടാകണം. ഇപ്പോൾ സജി എന്താ ചെയ്തിരിക്കണത്? സജി ചെയ്തിരിക്കണത് അതായത് പത്രമൊക്കെ വാങ്ങിച്ചു കൊടുത്തപ്പോഴേ ഈ വിദ്യാഭ്യാസവും ഇല്ല, നേഴ്സുമല്ല, വയസ്സും കഴിഞ്ഞ ആളെ ഒരു ഏജൻസിയെ കിട്ടി ഇറ്റലിക്ക് വരെ മാൾട്ടയിൽ പോകാനിടയായി. അത് വലിയ ഭാഗ്യമായി. അയാൾ ആ സഹോദരിയെ സംബന്ധിച്ചിടത്തോളം മാൾട്ട വരെ എത്തിയത് ഉടമ്പടിയുടെ ചിറകിലാണ് എത്തിയിരിക്കുന്നത്. അല്ല വേറെ യാതൊരുവിധ മെറിറ്റും അവർക്കില്ല. നോട്ട് ബൈ മെറിറ്റിൽ വർക്ക് ചെയ്യണത്. പക്ഷേ മാൾട്ടയെ ചെന്നിട്ടാണെങ്കിലും പുറത്തിറങ്ങാൻ പറ്റണില്ല. ജോലിയില്ല, 2 ദിവസമേ ജോലിയുള്ളൂ. ഒരു ദിവസം, ഒരാഴ്ച 2 ദിവസമേ ജോലിയുള്ളൂ. 2 ദിവസത്തെ ജോലിയുണ്ട്. അവിടുത്തെ ഭക്ഷണം കഴിക്കുക, വാടക കൊടുക്കുക, ഒരു പിടിയില്ല. അപ്പം ഇന്ന് വിഷമിക്കുകയാണ്. അങ്ങനെ വിഷമിച്ച് പക്ഷേ അപ്പോഴെന്ത് ചെയ്ത് സജീവ് വിളിച്ച് പറഞ്ഞു, ഞാനിവിടെ വീട്ടിൽ കുത്തിരിക്കുകയാണ്, 2 ദിവസമേ, ഒരാഴ്ച 2 ദിവസമേ പണിയുള്ളൂ, അതും 3 മണിക്കൂർ വെച്ചാൽ പണിയുള്ളൂ. ഇങ്ങനെ പോയാൽ എന്ത് ചെയ്യും? നമ്മുടെ കടങ്ങൾ പെരുകുകയല്ലേ, വന്നതും വരാത്തതും കണക്കായി, വന്നത് കൊണ്ട് പലിശ കൂടുകയുള്ളൂ ചെയ്യണത്. അങ്ങോട്ടും ഇങ്ങോട്ടും സങ്കടം പറഞ്ഞ് വിഷമിക്കുകയാണ്. പക്ഷേ ആ വിഷമമൊന്നും സജിക്കില്ല. സജി വേറെ പരിപാടി ചെയ്ത് അതായത് ഈ ശുശ്രൂഷിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് ശക്തി ലഭിച്ചവനെ പരിസ്ഥിതി. സജി പോകുന്ന സ്ഥലങ്ങളിലെല്ലാം ഇടുക്കിയിൽ പലയിടത്തും ബംഗാളികൾ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇടുക്കി പലയിടത്തും തമിഴന്മാർ വർക്ക് ചെയ്യുന്നുണ്ട് തോട്ടങ്ങളിലൊക്കെ. പുള്ളിക്കാരൻ എന്നാ ചെയ്താൽ മലയാളം പത്രം വാങ്ങിക്കുന്നതിന് പകരം പുള്ളിക്കാരൻ ബംഗാളി പത്രം, ഹിന്ദി പത്രവും അതുപോലെ തമിഴ് പത്രവും മേടിച്ചു. എന്നിട്ട് റബ്ബർ പുള്ളിയുടെ പണി കഴിഞ്ഞിട്ട് പുള്ളി ഇത് കൊണ്ടുപോയി ഒരു ജോലി പോലെ ചെയ്യുകയാണ് കർത്താവിന്. ഇത് ഒരു ജോലി പോലെ ചെയ്യണം. നമുക്ക് ജോലി ചെയ്യണത് കുടുംബം പോറ്റാൻ വേണ്ടിയല്ലേ. അപ്പോൾ നമ്മൾ സീരിയസ് ആയിട്ട് ചെയ്യുമല്ല. അപ്പോൾ കുടുംബം പോറ്റാൻ വേണ്ടി ജോലി ചെയ്യണ പോലെ അതേ ഉദ്ദേശത്തിൽ ശുശ്രൂഷിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് ശക്തി ലഭിച്ചവനെപ്പോലെ ശുശ്രൂഷിക്കുന്ന കർത്താവ് പറഞ്ഞില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ജോലി പോലെ ഇത്തിരി കർത്താവുമായിട്ടൊരു ബന്ധമില്ലാത്ത ആൾക്കാരെ തിരഞ്ഞ് കണ്ടുപിടിച്ചിട്ട് അവരോട് ഹിന്ദി അറിയാൻ പറയാം, മലയാളം അറിയാം, തമിഴ് അറിയാൻ പാടില്ലെങ്കിലും ആ മനുഷ്യൻ കർത്താവിൻ്റെ വേല മറ്റുള്ളവർക്ക് ചെയ്യണം.
ചെയ്തു കഴിഞ്ഞപ്പോൾ അത് ഇത്തിരി കട്ടി കൂടിയ പണിയല്ലേ. ഇവൻ സത്യസന്ധനാണെന്ന് ദൈവത്തെ മനസ്സിലായില്ലേ. ദൈവം ഉടനെ ഒരു പണി ചെയ്യും. നിങ്ങൾക്കറിയാവില്ല, നിങ്ങളെക്കുറിച്ചുള്ള എന്നോട് ചോദിച്ചപ്പോൾ എന്നോട് ആരെയും ചോദിക്കുകയാണ്, അച്ഛാ ബൈബിളിലെ അച്ഛന് ഏറ്റവും ഇഷ്ടപ്പെട്ട അഭിഷേകം കിട്ടിയ വചനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാൻ പോണ വചനം 32 സങ്കീർത്തനം 32:12 പറയത്തുള്ളൂ. 32:8 എന്താണ്? നീ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ നിന്നെ ഉപദേശിക്കും. പ്രൈസ് ദി ലോർഡ്. ഒന്ന് പറഞ്ഞേ, നീ നടക്കേണ്ട വഴി നിന്റെ മുഖത്ത് നോക്കി ഞാൻ ഉപദേശിക്കും. അപ്പോൾ ഈ വചനമാണ് എൻ്റെ മനസ്സിൽ എനിക്ക് ഏറ്റവും അഭിഷേകം കിട്ടിയിരിക്കുന്ന വചനം. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നടക്കേണ്ട വഴി നമ്മൾ കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമില്ല. കർത്താവ് ചോദിച്ചില്ലേ, എന്ത് കുടിക്കും, എന്ത് കഴിക്കും, എന്ത് ധരിക്കും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. മത്തായി 6:25. മത്തായി 6:25. ഞാൻ നിങ്ങളോട് പറയുന്നു എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും, എന്ന് ജീവനെക്കുറിച്ചോ, എന്ത് ധരിക്കും, എന്ന് ശരീരത്തെക്കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട. ഭക്ഷണത്തെക്കാൾ ജീവനും വസ്ത്രത്തെക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലേ. അപ്പോഴേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നീ നടക്കേണ്ട വഴി പറഞ്ഞേ. സങ്കീർത്തനം 32:8 എന്താ പറയണത്? നീ നടക്കേണ്ട വഴി. അപ്പൊ ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഇന്ന് രാവിലെ കുർബാനയ്ക്ക് അത് ചിന്തിച്ചോണ്ടിരിക്കുകയായിരുന്നു. നീ നടക്കേണ്ട വഴി എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞ വഴി മാത്രമല്ല, നീ കഴിക്കേണ്ട ഭക്ഷണം, നീ ധരിക്കേണ്ട ഉടുപ്പ്, നീ ചെയ്യേണ്ട ജോലി, നീ വസിക്കേണ്ട വീട്, നീ താമസിക്കേണ്ട ഇടം, എവരിത്തിങ് നിന്റെ കർത്താവിൻ്റെ അടുത്തുണ്ട്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ.